കടവിലെത്തിയ വള്ളക്കാരെ വെറ്റപോലെ കൊടുത്ത് സ്വീകരിക്കും. അവിടുന്ന് അവരെ സ്വീകരിച്ച് ആനയിച്ച് അമ്പലത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണവും വെച്ചതിന് ശേഷം ആനക്കൊട്ടിലെത്തണം. അങ്ങനെ പ്രദക്ഷിണം പൂർത്തിയാക്കി ആനക്കൊട്ടിലെത്തി അഷ്ടമംഗലവും താലങ്ങളും നമ്മൾ രാവിലെ കൊളുത്തിയ വിളക്കുകളില്ലേ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വെക്കും. പിന്നെ ആനക്കൊട്ടിലിൽ നിന്ന് തുഴക്കാര് വഞ്ചിപ്പാട്ട് പാടി ഭഗവാന് സമർപ്പിക്കും. പള്ളിയോടത്തിൽ നിന്ന് കൊണ്ടുവന്ന മുത്തുക്കുട മടക്കി വെക്കും. അതുപോലെ നയമ്പും അവിടെ വെക്കും വിളക്കിന്റെ മുന്നിൽ. ഇനി അടുത്ത ചടങ്ങുകൾ സദ്യാലയത്തിലാണ്. ആദ്യമായിട്ട് വഴിപാടുകാരും വള്ളക്കാരുമാണ് കയറുന്നത്. അവിടെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഇലയിൽ കൂട്ടാനെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ടാവും. ആദ്യമായിട്ട് വഴിപാടുകാർ വന്നിട്ട് വിളക്ക് കൊളുത്തിയതിന് ശേഷം അതിലേക്ക് വഴിപാടുകാർ ചോറ് വിളമ്പും. ഈ ചടങ്ങുകളെല്ലാം തന്നെ പാട്ടിൻ്റെ അകമ്പടിയോടെയാണ് നടക്കുന്നത്. ഈ ചടങ്ങുകൾ കഴിഞ്ഞിട്ടാണ് സദ്യ ആരംഭിക്കുന്നത്. സദ്യയുടെ ചടങ്ങുകളിലെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പാടി ചോദിക്കുന്ന വിഭവങ്ങൾ അവർക്ക് നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ കേട്ടതാണ് ആ പാടി ചോദിക്കുന്നതിൻ്റെ ശൈലി. പാടി ചോദിക്കുന്നത് അവർക്ക് സമർപ്പിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സദ്യ കഴിച്ച സംതൃപ്തിയോടെ വഴിപാടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ആശംസകൾ ചൊരിയുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. വളരെ ഗംഭീരമായ വള്ളസദ്യ കഴിച്ചതിന് ശേഷം വീണ്ടും ആനക്കൊട്ടിലെത്തും. അവിടെ എത്തി വഞ്ചിപ്പാട്ട് പാടി സമർപ്പിച്ച് പറതളിച്ച് പ്രാർത്ഥിച്ച് വഴിപാടുകാർക്ക് പ്രസാദവും നൽകും. അതിനുശേഷം നേരത്തെ അവിടെ മടക്കി വെച്ച മുത്തുക്കുടയും എടുത്ത് നയമ്പും എടുത്തിട്ട് പോകാനായിട്ട് തയ്യാറാവും. അപ്പോൾ വഴിപാടുകാര് അഷ്ടമംഗല്യവും എടുത്ത് അവരെ കടവ് വരെ കൊണ്ടുചെന്ന് യാത്രയാക്കും. ഈ ചടങ്ങുകളെല്ലാം തന്നെ വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെയാണ്. അങ്ങനെ വടക്കേ നടയിലെത്തി. അവിടെയാണ് അമ്പലക്കടവ്. അവിടെ എത്തി അവരെ യാത്ര അയക്കുകയാണ്. ഓരോ സന്ദർഭത്തിലും പാടുന്ന വഞ്ചിപ്പാട്ട് വ്യത്യസ്തമാണ്. വള്ളസദ്യയോടനുബന്ധിച്ച് മാത്രമല്ല കേട്ടോ, ആറന്മുളയിൽ വിശിഷ്ടാതിഥികളെ സ്വീകരിക്കുന്ന സമയത്ത്, അതേപോലെ ആറന്മുളയിലെ പെൺമക്കളുടെ കല്യാണത്തിൻ്റെ സമയത്ത് ചെറുക്കനെ സ്വീകരിക്കാനും ഒക്കെ വഞ്ചിപ്പാട്ട് പാടാറുണ്ട്. ഈ ഒരു സമയത്ത് വഞ്ചിപ്പാട്ട് പാടി അവസാനിപ്പിക്കുന്നത് യാത്ര ചോദിക്കുന്ന ഒരു ഭാഗം പാടി അതിനുശേഷം മംഗളം പാടിയാണ്. അങ്ങനെ യാത്ര ചോദിച്ച് വഴിപാടുകാരിൽ നിന്ന് സമ്മതം വാങ്ങി അവര് തിരിച്ചു പോവുകയാണ്. അവർ പള്ളിയോടത്തിൽ കയറി യാത്രയായതിനു ശേഷം വഴിപാടുകാർക്ക് തിരിച്ച് ആനക്കൊട്ടിലേക്ക് എത്തി അവിടെ അഷ്ടമംഗല്യം എല്ലാം വെച്ച് അഷ്ടമംഗല്യ വിളക്കം കെടുത്തുന്നതോടുകൂടി ചടങ്ങുകൾ അവസാനിക്കും.